നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിൽ യുവേഫ നേഷൻസ് ലീഗ് വളരെ മികച്ച രൂപത്തിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ 2-3 എഡിഷൻസ് കഴിഞ്ഞു. അതേസമയം ലാറ്റിൻ അമേരിക്കയിൽ അങ്ങനെയൊന്നുമില്ല. എന്തിനിപ്പോൾ സെപ്പറേറ്റ് ഒരു നേഷൻസ് ലീഗ് എന്നാവും? കാരണം വേൾഡ് കപ്പ് ക്വാളിഫയർ തന്നെ അവിടെ നേഷൻസ് ലീഗ് പോലെ തന്നെയാണ്. അവിടെയുള്ള 10 ടീമുകൾ പരസ്പരം 2 തവണ ഏറ്റുമുട്ടും. എന്നാൽ 2030 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടിനൊരു പ്രശ്നമുണ്ട്. 2030 വേൾഡ് കപ്പ് നടക്കുന്നത് പ്രധാനമായും സ്പെയിനിലും പോർച്ചുഗലിലും മൊറോക്കോയിലുമായിട്ടാണെങ്കിലും തുടക്കത്തിൽ ചില മത്സരങ്ങൾ സൗത്ത് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ച് അതിലെ തുടക്കത്തിലെ മത്സരങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ അർജൻറ്റീന, ഉറുഗ്വായ്, പരാഗ്വായ് നാടുകളിലാണ് നടക്കുക. അപ്പോൾ കോഹോസ്റ്റുമാർ എന്ന നിലയിൽ ആ ടീമുകൾക്കും നേരിട്ട് യോഗ്യതയുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ സൗത്ത് അമേരിക്കയിൽ 7 ടീമുകളെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നടക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അർജൻറ്റീന, പരാഗ്വായ്, ഉറുഗ്വായ് ടീമുകൾക്ക് മത്സരങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ കിട്ടുക അതല്ല, ഇനി ഫ്രണ്ട്ലി സംഘടിപ്പിക്കണമെങ്കിലും മറ്റു രാജ്യങ്ങളൊക്കെ ഇങ്ങനെ വേൾഡ് കപ്പ് ക്വാളിഫയറും മറ്റുമൊക്കെ ആയിട്ട് പോകുന്നൊരു സമയത്ത് അത് സംഘടിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൗത്ത് അമേരിക്കൻ നേഷൻസ് ലീഗ് തുടങ്ങുന്നതിനെക്കുറിച്ച് കോൺമെബോൾ ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രസീലിലെ മാധ്യമം ഗ്ലോബോയാണ്. മറ്റു മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സൗത്ത് അമേരിക്കൻ നേഷൻസ് ലീഗ് ലോഡിംഗ് എന്നുള്ളത്. വിശദ റിപ്പോർട്ടിലേക്ക് പോയാൽ 2030 വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനെ സൗത്ത് അമേരിക്കൻ നേഷൻസ് ലീഗായി കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കോൺമെബോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഫോർമാറ്റ് വരും. അതിനൊരു ഒഫീഷ്യൽ ടൈറ്റിലും കൊടുക്കും. ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിന് ടൈറ്റിൽ കൊടുക്കുന്ന പോലെ ഒഫീഷ്യൽ ടൈറ്റിലും കൊടുക്കും. മാത്രമല്ല അർജൻറ്റീന, ഉറുഗ്വായ്, പരാഗ്വായ് ടീമുകൾക്ക് കൂടി അവർക്ക് ഈ മത്സരങ്ങളിൽ കളിക്കാൻ പറ്റും ഡിസ്പൈറ്റ് ദെയർ പ്രയർ ക്വാളിഫിക്കേഷൻ ഫോർ ദി വേൾഡ് കപ്പ് ആസ് ഹോസ്റ്റ്. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ നേഷൻസ് ലീഗ് കളിച്ചാൽ എങ്ങനെയാണ് വേൾഡ് കപ്പ് യോഗ്യത കിട്ടുക എന്നുള്ളത് അതിപ്പോൾ യൂറോപ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. യൂറോപ്പിൽ ഇനിയിപ്പോൾ പ്ലേ ഓഫ് നടക്കാൻ പോവുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ. അപ്പോൾ യുവേഫ നേഷൻസ് ലീഗിലെ സ്ഥാനങ്ങൾ നോക്കിക്കൊണ്ട് 4 ടീമുകൾക്ക് പ്ലേ ഓഫിന് വഴി തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിഗണിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അത് ആ രൂപത്തിൽ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള തീരുമാനമല്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.